ലോകത്തിലെ അനവധി ചെലവേറിയ പദ്ധതികൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നു, ഭാവിയിൽ ഇനിയും പലതും നടക്കും. ഇതിനൊക്കെ ആവുന്ന കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ പദ്ധതി എന്താണ്? ചിലപ്പോൾ ചിലർ വിചാരിക്കും ദുബായിലെ ബുർജ് ഖലീഫയോ മറ്റോ ആയിരിക്കാമെന്ന്. എന്നാൽ അങ്ങനെയല്ല. അതിനേക്കാളുമൊക്കെ വളരെയധികം ചിലവുള്ള പദ്ധതികൾ ലോകത്ത് അനവധിയുണ്ട്. ഏറ്റവും വലിയ നദികളെ ബന്ധിപ്പിക്കുന്നത് മുതൽ ആധുനിക സിൽക്ക് റൂട്ട് നിർമ്മിക്കുന്നത് മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത് വരെ കണക്കാക്കിയ ചിലവ് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ നദികളിൽ ചിലതിനെ ബന്ധിപ്പിക്കുക, വെള്ളപ്പൊക്കവും വരൾച്ചയും കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഏറ്റവും വലിയ നദികളിൽ ചിലതിനെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു അഭിലാഷ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇതിൻ്റെ ചിലവ് $87 ബില്യൺ. ചൈനയിലെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അഥവാ വൺ ബെൽറ്റ് വൺ റോഡ്, ഇതിൻ്റെ ചിലവ് പ്രതീക്ഷിക്കുന്നത് $900 ബില്യൺ. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിൻ്റെ ആധുനിക സിൽക്ക് റൂട്ട് എന്ന മഹത്തായ ഒരു സ്വപ്നമാണിത്. 2013 പ്രഖ്യാപിച്ച ഈ പദ്ധതി നിരവധി ഏഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളെയും റോഡുകൾ, റെയിൽവേ, ജലപാതകൾ എന്നിവയുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. എല്ലാ രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ സ്വതന്ത്ര വ്യാപാരം സുഗമമാക്കുക എന്നതാണ് ആശ്രയം. $150 ബില്യൺ ചെലവിൽ ഭൂമിക്ക് പുറത്ത് മനുഷ്യർ ഒരു വിസ്മയം നിർമ്മിച്ചിരുന്നു: അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇത് അടിസ്ഥാനപരമായി ബഹിരാകാശത്തെ ശാസ്ത്രജ്ഞർക്ക് ഒരു വീടാക്കി മാറ്റുന്നു. ശാസ്ത്രജ്ഞർ മാസങ്ങളോളം അവിടെ ഗവേഷണം, പരീക്ഷണങ്ങൾ, ലോകകപ്പ് ഫുട്ബോൾ കാണുന്നത് പോലുള്ള ലൗകികമായ ഭൗമികമായ സന്തോഷങ്ങൾ എന്നിവ ആസ്വദിച്ചുകൊണ്ട് താമസിക്കുന്നു. എന്നിരുന്നാലും ബാത്റൂം സൗകര്യങ്ങൾ ഇപ്പോഴും മികച്ചതല്ല. 665 ദിവസത്തെ റെക്കോർഡ് ഭേദിച്ചതിന് ശേഷം അടുത്തിടെ ഭൂമിയിലേക്ക് മടങ്ങിയ പെഗ്ഗി വിൽസൺ പറഞ്ഞത് തനിക്ക് ഏറ്റവും നഷ്ടമായ 2 കാര്യങ്ങൾ പിസയും ഫ്ലഷ് ടോയ്ലറ്റുമാണെന്നാണ്. 1998 ഈ ബഹിരാകാശ സ്റ്റേഷന്റെ പണി തുടങ്ങിയത്. യുണൈറ്റഡ് കിങ്ഡത്തിലെ $23 ബില്യൺ ചെലവിലൊരു പദ്ധതിയുണ്ട്. ലണ്ടൻ ക്രോസ് റെയിൽ പദ്ധതി എന്നറിയപ്പെടുന്ന എലിസബത്ത് ലൈൻ. ലണ്ടൻ അതിൻ്റെ ഭൂഗർഭ റെയിൽവേ സംവിധാനം വികസിപ്പിച്ചു. 40 സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നതിനായി 73 മൈൽ നീളമുള്ള പുതിയ തുരങ്കങ്ങളും ട്രാക്കുകളും നിർമ്മിച്ചിട്ടുണ്ട്. 2012 ആരംഭിച്ച ഈ പദ്ധതിയുടെ ഭൂരിഭാഗവും പൂർത്തിയായി. എലിസബത്ത് രാജ്ഞിയുടെ പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. കാലിഫോർണിയയിലെ ഒരു ട്രെയിൻ ശൃംഖലയാണ് കാലിഫോർണിയ ഹൈ സ്പീഡ് റെയിൽ. ഇത് സാൻ ഫ്രാൻസിസ്കോയെ ലോസ് ആഞ്ചൽസ് ബേസിനുമായി ബന്ധിപ്പിക്കും. 6 മണിക്കൂറോളം റോഡ് മാർഗം എടുക്കുന്ന 560 കിലോമീറ്റർ യാത്ര നിർദ്ദിഷ്ട ഹൈസ്പീഡ് ട്രെയിനിൽ 3 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാവും. ചെലവ് $70 ബില്യൺ കണക്കാക്കപ്പെടുന്നു. 2029 ഈ പദ്ധതി അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.